കൗണ്ടിങ് കാസിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട്. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന വാഹനം വെച്ചാൽ ഫോക്സ് വാഗൻ്റെ വെൻഡോ ആണ്. വെൻഡോൻ്റെ ഹൈലൈൻ ഓപ്ഷനിൽ വന്നിരിക്കുന്ന വണ്ടിയാണ് കാണുന്നത്. പിന്നെ മാത്രമല്ല ഇത് ഓട്ടോമാറ്റിക് വാഹനമാണ്. DSG ഗിയർ ബോക്സ് വന്നിരിക്കുന്ന വണ്ടിയാണ്. 2018 ഇതിൻ്റെ മോഡൽ വന്നിരിക്കണം. അപ്പോൾ ഈ വണ്ടി നമ്മൾ കാണുമ്പോൾ നമ്മൾ ഫോക്സ് വാഗൻ്റെ ഏത് വണ്ടി എടുത്താലും ഒരു സെഡാൻ വാഹനം നമ്മൾ ഫോക്സ് വാഗൻ്റെ വേണമെന്ന് വെച്ചാൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഒരു ബഡ്ജറ്റ് ലെവലിലൊക്കെ നമുക്ക് കയ്യിൽ ഒതുങ്ങുന്ന രീതിയിൽ പർച്ചേസ് ചെയ്യാൻ പറ്റാവുന്ന വണ്ടിയാണ് വെൻഡോ. വെൻഡോ വാഹനങ്ങൾക്ക് അതിൻ്റേതായ ആ ഒരു ബിൽഡ് ക്വാളിറ്റിയും അതേപോലെ തന്നെ നമുക്കൊരു പ്രീമിയം ഒരു ബ്രാൻഡ് വാല്യൂവും കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് തരുന്ന വണ്ടിയും കൂടിയാണ് ഈ ഒരു ഫോക്സ് വാഗൻ്റെ വാഹനങ്ങളെല്ലാം. പക്ഷേ പ്രത്യേകിച്ച് നമ്മൾ വെൻഡോയിലേക്ക് വരുമ്പോൾ അതൊക്കെ നമുക്ക് എടുത്ത് പറയേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഇത് ഹൈലൈൻ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ഫീച്ചേഴ്സും വണ്ടിയിൽ അവൈലബിൾ ആണ്. എല്ലാവിധ ഫീച്ചേഴ്സും നമുക്ക് ഇൻക്ലൂഡിങ് നമുക്ക് ഫോക്സ് വാഗൻ്റെ ഒറിജിനൽ അലോയ് വീൽസും അങ്ങനത്തെ ഒരുപാട് ഫീച്ചേഴ്സ് നമുക്ക് ഈ വണ്ടിയിൽ വരുന്നുണ്ട്. അത് എന്തൊക്കെയാണ് കാര്യങ്ങൾ അതൊക്കെ വിശദമായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ കൂടി തന്നെ നിങ്ങളിലേക്ക് പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്രമാത്രം വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ കാണണം. കാരണം എവിടെയൊക്കെ എന്തെങ്കിലും ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടി തന്നെ പറഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടുവരാം. അതിനുശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോണ വാഹനം ഈ ഒരു ഫോക്സ് വാഗൻ്റെ വെൻഡോ ആണ്. 2018 മോഡലിൽ വന്നിരിക്കുന്ന ഈ ഒരു വണ്ടിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ഹൈലൈൻ ഓപ്ഷനിൽ വന്നിരിക്കുന്ന വാഹനമായതുകൊണ്ട് ഒട്ടുമിക്ക ഫീച്ചേഴ്സും വരുന്നുണ്ട്. നമുക്ക് സൈഡ് കാണുമ്പോൾ തന്നെ ഒറിജിനൽ അലോയ് വീൽസും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. വണ്ടി നമുക്ക് ഫുള്ളൊന്നും ആദ്യം കണ്ടേക്കാം. ഇതിൻ്റെ ലുക്ക് അറൗണ്ട് വീഡിയോയിലേക്കാണ് നമ്മൾ ആദ്യം പോകാൻ പോകുന്നത്. എവിടെയൊക്കെ എന്തെങ്കിലും ചെറിയ രീതിയിൽ പ്രശ്നങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ കൂടി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. കാണാം, നല്ല ഫുള്ള് ഒരു ഡെൻറ്റോ പാച്ചോ കാര്യങ്ങളൊന്നും ഇല്ല, നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്ന ഒരു വാഹനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കേട്ടോ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന വണ്ടി. വണ്ടിയെല്ലാം നീറ്റ് വണ്ടിയല്ലേ, നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു വണ്ടി നമുക്കിവിടെ കാണാം. അതേപോലെ നമുക്ക് ഇനി ഇതിൻ്റെ ടോപ്പ് വ്യൂയിലേക്ക് പോയേക്കാം. ഇതാണ് വാഹനത്തിൻ്റെ ടോപ്പ് വ്യൂ വരുന്നത്. നല്ല നീറ്റായിട്ടിരിക്കുന്ന ടോപ്പ് വ്യൂ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ വീലാർച്ചിൻ്റെ എയർ കണ്ടീഷനിലേക്ക് നോക്കാം. വീലാർച്ച് നോക്കാം. നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പും ടയേഴ്സ് നിൽക്കുന്നുണ്ട്. അലോയ്സും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് ഇവിടെ കാണാം. നമുക്ക് ബോണറ്റിലേക്ക് വരാം. ബോണറ്റായാലും ഒരു ഡെൻറ്റോ പാച്ചോ സ്ക്രാച്ചോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. ഇവിടെ വിൻഷീൽഡായാലും നല്ല നീറ്റായിരിക്കുന്ന വിൻഷീൽഡ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. നമുക്കിവിടെ ലാമ്പിലേക്ക് വരാം. ലാമ്പായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. താഴെ ഫോഗ് ലാമ്പ്സും നല്ല നീറ്റായിട്ടുള്ള ഫോഗ് ലാമ്പ്സും നമുക്ക് കാണാൻ പറ്റും. ബമ്പേഴ്സായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. ഇവിടെ ലാമ്പായാലും ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. താഴെ ഡാമേജോ കാര്യങ്ങളൊന്നുമില്ല. ഇവിടുത്തെ വീലാർച്ച് നോക്കാം. ഈ വീലാർച്ച് ആയാലും നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ചും കൂടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നത്. അലോയ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന അലോയ്സ് നമുക്ക് ഇവിടെ കാണാം. നമുക്ക് രണ്ട് ഡോറിലേക്കും പോകാം. രണ്ട് ഡോറും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡോർസ് നമുക്കിവിടെ കാണാൻ പറ്റും. ഒരു സ്ക്രാച്ചോ കാര്യങ്ങളും കിട്ടുന്നില്ല. ഇവിടുത്തെ വീലാർച്ച് ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന വീലാർച്ച് നമുക്കിവിടെ കാണാൻ പറ്റും. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. സൈഡ് പോർഷൻ ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന സൈഡ് പോർഷൻ കാണാൻ പറ്റും. നമുക്കിവിടെ നമുക്ക് വിൻഷീൽഡ് നോക്കാം. വിൻഷീൽഡായാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന വിൻഷീൽഡ് കിട്ടുന്നുണ്ട്. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ലിഡ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ ബമ്പേഴ്സായാലും ഡാമേജ് കാര്യങ്ങളൊന്നുമില്ല. ചെറിയൊരു പൊട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇനി നമുക്കിവിടെ സൈഡ് പോർഷനിലേക്ക് വരാം. ഇവിടുത്തെ വീലാർച്ച് ആയാലും ഓക്കെ ആയിട്ട് തന്നെ ഇരിക്കുന്നു. നല്ല ഗ്രിപ്പ് ടയേഴ്സ് വെക്കുന്നുണ്ട്. അലോയ്സും ക്വാളിറ്റി തന്നെ ഇരിക്കുന്നുണ്ട്. രണ്ട് ഡോറ് നോക്കാം. രണ്ട് ഡോറും ഇവിടെ വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഡോറ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയേഴ്സ് പരിചയപ്പെടാം. ഇവിടെ ഡോർ പാഡ്സ് ആയാലും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. ഇവിടെ നമുക്ക് ബാക്കിയുള്ള കൺട്രോൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ വ്യൂ നോക്കാം. സീറ്റ്സൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സീറ്റ്സ് നമുക്ക് ഇവിടെ കാണാം. ഇനി നമുക്ക് എയർ ബാഗ് സപ്പോർട്ട് വരുന്നുണ്ട്. ഇവിടെ ഡാഷ്ബോർഡ് നോക്കാം. നീറ്റായിട്ട് ഇരിക്കുന്നു. മിഡിൽ നമുക്ക് മ്യൂസിക് സിസ്റ്റം കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇവിടെ നമുക്ക് സ്റ്റിയറിംഗ് കൺട്രോൾസും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. 1,30,000 കിലോമീറ്റേഴ്സ് വണ്ടി ഇപ്പോൾ നിലവിൽ കവർ ചെയ്തിട്ടുണ്ട്. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഗിയർ നോക്കും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. സീറ്റ്സ് നോക്കാം. സീറ്റ്സ് ആയാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കും. സീറ്റ്സ് കിട്ടുന്നുണ്ട്. റിയറിലെ സീറ്റ്സും നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു. റൂഫായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന റൂഫ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കൊന്ന് എക്സിറ്റ് അടിക്കാം. എക്സിറ്റ് അടിച്ചതിന് ശേഷം നമുക്ക് ഈ വാഹനത്തിൻ്റെ പാസഞ്ചർ സൈഡിലേക്ക് പോയേക്കാം. ഡോർ ഓപ്പൺ ചെയ്യാം. ഡോർ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് ഡോർ പാഡ്സ് ആയാലും മൾട്ടി കളർ ഡോർ പാഡ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ ഇൻറ്റീരിയേഴ്സ് നോക്കാം. ഇവിടെ ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ഇൻറ്റീരിയേഴ്സ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ആംറെസ്റ്റും കാര്യങ്ങളും കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ലെഗ് റൂം നോക്കാം. ലെഗ് റൂം ആയാലും നല്ല നീറ്റായിട്ടിരിക്കുന്ന ലെഗ് റൂം നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇവിടെ നിന്നുള്ള വാഹനത്തിൻ്റെ വ്യൂ നോക്കാം. കാണാം, നല്ല നീറ്റായിട്ടിരിക്കുന്ന ഒരു ഇൻറ്റീരിയർ സ്പേസും കൂടി നമുക്ക് ഈ വാഹനം തരുന്നുണ്ട്. ഇനി നമുക്ക് വണ്ടിയുടെ എൻജിൻ റൂം അതേപോലെ ബൂട്ടും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തേക്കാം. ഇവിടെ എൻജിൻ അപ്പ് ചെയ്യാം. നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു വാഹനത്തിൻ്റെ എൻജിൻ റൂം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഡീസൽ വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ രീതിയിലുള്ള യാതൊരു രീതിയിലുള്ള ഡാമേജോ കാര്യങ്ങളൊന്നും നമുക്കിവിടെ കിട്ടുന്നില്ല. നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്ന ഒരു എൻജിൻ റൂം നമുക്കിവിടെ കാണാം. കേട്ടോ, വീഡിയോ ഒന്ന് പോസ് ചെയ്യാൻ നിങ്ങൾക്ക് വിശദമായിട്ട് തന്നെ നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ എഡ്ജസ് നോക്കാം. എഡ്ജസ് ആയത് നല്ല വൃത്തിയിൽ തന്നെ ഇരിക്കുന്നു.
ലിഡിലേക്ക് വരാം. ലിഡിലായാലും ഒരു ഡാമേജോ കാര്യങ്ങളോ നമുക്ക് ലിഡിലും കിട്ടുന്നില്ല. വളരെ നീറ്റായിട്ടിരിക്കുന്ന ഒരു ലിഡാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു വണ്ടിയുടെ എൻജിൻ റൂമിൽ നിന്ന് നമുക്കിവിടെ കാണിക്കാനുള്ളത്. പയ്യെ നമുക്കിനി ഇതിൻ്റെ ബൂട്ടിലേക്കൊന്ന് വായിക്കാം. ഇതാണ് വാഹനത്തിൻ്റെ കീ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുകയാണ് വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ്. ന്യായമായിട്ടുള്ളൊരു ബൂട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വാഹനം തരുന്നുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അതേപോലെ തന്നെ നമുക്കിവിടെ എഡ്ജസിലേക്ക് നോക്കാം. എഡ്ജസ് ആയാലും നല്ല വൃത്തി തന്നെ ഇരിക്കുന്ന ഒരു എഡ്ജസ് നമുക്ക് ഇവിടെ കാണാം. ലിഡിലേക്ക് വരാം. ലിഡായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന ഒരു ലിഡാണ് നമ്മൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്പെയർ വീലിലേക്കൊന്ന് പോയേക്കാം. സ്പെയർ വീൽ എന്താണ് അവസ്ഥ നോക്കാം. സ്പെയർ വീലായാലും നല്ല ഗ്രിപ്പ് വെക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. സ്പെയർ വീൽ റൂമായാലും നല്ല ക്വാളിറ്റി തന്നെ ഇരിക്കുന്ന സ്പെയർ വീൽ റൂമും നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു വണ്ടിയുടെ ഇൻറ്റീരിയേഴ്സ്. ഇനി നമുക്ക് ഇതിൻ്റെ റേറ്റും കാര്യങ്ങളും സംസാരിക്കാം. അപ്പോൾ എല്ലാവരും ഈ ഒരു വാഹനം കണ്ടു കഴിഞ്ഞു. ഞാൻ പറഞ്ഞ പോലെ തന്നെ 2018 ഇതിൻ്റെ മോഡൽ വന്നേക്കണം. ഹൈലൈൻ വാഹനമാണ്. എല്ലാവിധ ഫീച്ചേഴ്സും വണ്ടിയിൽ അവൈലബിൾ ആണ്. പിന്നെ വെൻഡോൻ്റെ DSG ഗിയർ ബോക്സ് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അത്ര നല്ല പവറും പിന്നെ മൈലേജ് ചെറിയ കോംപ്രമൈസും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ നല്ല പവർ തരുന്നൊരു വാഹനമാണ് ഈ ഒരു വെൻഡോ. നമുക്ക് റേറ്റിലേക്ക് കടക്കാം. റേറ്റിലേക്ക് കടക്കാനാകുമ്പോൾ എനിക്കൊരു ഇൻസ്റ്റാ പേജും ഫേസ്ബുക്ക് പേജും ഉണ്ട്. രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ക്ലിക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്തേക്കാം. വാഹന സംബന്ധമായുള്ള അപ്ഡേറ്റ്സ് ഡെയിലി നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും ബേസ് ലെവൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെറും 35,000 രൂപ മുതൽ ലക്ഷക്കണക്കിന് വരെയുള്ള വാഹനങ്ങളുടെ വീഡിയോസ് നമ്മുടെ ചാനൽ കൂടി മാത്രമായിരിക്കും നിങ്ങളിലേക്ക് ഡെയിലി വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വെൻഡോൻ്റെ ആസ്കിംഗ് പ്രൈസ് 8.25 ലക്ഷം രൂപയാണ്. 8.25 lakhs. അതും ചെറിയ രീതിയിലൊക്കെ നെഗോഷ്യബിൾ ആയിരിക്കും. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട്. വോയിസ് അയക്കാം. അതേപോലെ തന്നെ മെസ്സേജും കാര്യം ചെയ്യണമെങ്കിൽ റിപ്ലൈ കാര്യങ്ങളൊക്കെ വരുന്നതാണ്. വണ്ടി കിടക്കണം നിലവിൽ എറണാകുളം ജില്ലയിൽ ആലുവയിലാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ. ഒട്ടനവധി വാഹനങ്ങളുടെ വീഡിയോസ് കിട്ടാനായിട്ട് ഫോളോ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.